തിരുവമ്പാടി ദേവസ്വത്തിൻ്റെ വെടിക്കോപ്പ് നിർമ്മാണത്തിനിടയിലാണ് ഇന്നലെ വലിയ ദുരന്തം സംഭവിച്ചത്. വിദഗ്ധ സംഘം അവിടെ ഇപ്പോൾ പരിശോധന നടത്തുകയാണ്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരം 32 ആളുകൾ അവിടെ ഈ സംഭവ സ്ഥലത്ത് നിർമ്മാണ തൊഴിലിൽ ഏർപ്പെട്ടിരുന്നു, പടക്ക നിർമ്മാണ തൊഴിലിൽ ഏർപ്പെട്ടിരുന്നു എന്നാണ്. ഇതുമായി ബന്ധപ്പെട്ട് കുറച്ചുകൂടി വ്യക്തത വരേണ്ടതുണ്ട്. 40 എന്ന കണക്കൊക്കെ നേരത്തെ ഉണ്ടായിരുന്നു. കൂടുതൽ മൃതദേഹങ്ങളോ ശരീരഭാഗങ്ങളോ സമീപത്ത് ഉണ്ടോ എന്ന് പരിശോധിക്കുക, സമീപത്തെ കുളത്തിലടക്കം പരിശോധന നടത്തുക എന്നതാണ് ഇപ്പോൾ ലക്ഷ്യം വെക്കുന്നത്. കടാവർ നായ അവിടെ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. നമുക്കറിയാം, മൃതദേഹാവശിഷ്ടങ്ങളൊക്കെ കണ്ടെത്താൻ സഹായകരമായ നായകളാണ്, അവയെ എത്തിച്ചിട്ടുണ്ട്. അതുകൂടാതെ വിദഗ്ധ സംഘം അവിടെയുണ്ട്. മജിസ്റ്റീരിയൽ അന്വേഷണം തുടരുന്നുണ്ട്. 13 പേരുടെ മരണം ഇതുവരെ സ്ഥിരീകരിച്ചിരിക്കുന്നു. ഇവരിൽ 6ഓളം ആളുകളെ തിരിച്ചറിയാനുണ്ട് എന്ന് മനസ്സിലാക്കണം. മന്ത്രി വീണ ജോർജ്, കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി, പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ, രമേശ് ചെന്നിത്തല, ഒപ്പം ദേവസ്വം മന്ത്രി അടക്കമുള്ളവരെ അവിടെ ഉണ്ട്. അവരുടെ സ്ഥാനത്തിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത്. വിദഗ്ധ സംഘത്തിൻ്റെ പരിശോധന അവിടെ തുടരുകയും ചെയ്യും. നമുക്ക് CV അനുമോദിലേക്ക് ഒന്ന് പോകണം. അനുമോദ്, എത്ര പേർ ഉണ്ടായിരുന്നു എന്നതിൽ ഒരു നിശ്ചയമുണ്ടോ ആ പ്രദേശത്ത്? ഏതെങ്കിലും തരത്തിൽ അത്തരം നിശ്ചയത്തിലേക്ക് എത്തുന്നുണ്ടോ? 32 എന്ന കണക്കൊക്കെ ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. അതെന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? ഒപ്പം കൂടുതൽ മൃതദേഹാവശിഷ്ടങ്ങൾ ലഭിക്കുക എന്ന ഒരു വലിയ ശ്രമകരമായ ദൗത്യമുണ്ട്. അത് ഇപ്പോൾ പുരോഗമിക്കുകയാണോ? രഞ്ജിത്ത്, എത്ര പേരുണ്ടായിരുന്നു എന്നതിലാണ് ഇനിയും ഒരു കണക്ക് വ്യക്തമാകേണ്ടതുള്ളത്. 35 എന്നൊരു തരത്തിൽ പറയുന്നുണ്ട്. അത് പരിക്കേറ്റവരുടെ എണ്ണവും രക്ഷപ്പെട്ടവരുടെ എണ്ണവും ഒക്കെ കണക്കാക്കിയിട്ടാണ്. പക്ഷേ അപ്പോഴും ശരീരഭാഗങ്ങൾ അത് മുഴുവനായിട്ട് ആരുടേതാണെന്ന് കണ്ടെത്താൻ കഴിയാത്തൊരു സാഹചര്യത്തിൽ ഈ കണക്കുകളിൽ ഒരു വ്യക്തത വരുത്താൻ കഴിയാത്ത സാഹചര്യമാണ് നിലവിലുള്ളത്. ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് മുണ്ടത്തിക്കുടി സ്ഫോടനമുണ്ടായ സ്ഥലത്താണ്. ഇവിടെ അല്പസമയം മുൻപ് 2 ഇടങ്ങളിൽ നിന്നായിട്ട് 2 ശരീരഭാഗങ്ങൾ കണ്ടെടുത്തിട്ടുണ്ട്. കടാവർ നായ ഉപയോഗിച്ച് നടത്തിയ പരിശോധനയിലാണ് കണ്ടെടുത്തിട്ടുള്ളത്. അത് കൈയുടെയോ കാലിൻ്റെയോ അവശിഷ്ടങ്ങളാണ് എന്നാണ് പ്രാഥമികമായിട്ട് കരുതുന്നത്. അത് പരിശോധനകൾക്കായിട്ട് മാറ്റിയിട്ടുണ്ട്. അത് നമ്മൾ നിൽക്കുന്ന ഈ സ്ഫോടനം നടന്ന ഇടത്തു നിന്ന് ഏകദേശം ഒരു 100 മീറ്റർ അപ്പുറം പാടത്തിന് അടുത്തു നിന്നാണ് ഈ ശരീരാവശിഷ്ടങ്ങൾ കണ്ടെത്തിയത്. അത്രമാത്രം വലിയ ഒരു സ്ഫോടനമായതുകൊണ്ട് തന്നെ ശരീരം ചിതറി പല ഭാഗത്തായി പോകാനുള്ളൊരു സാധ്യത ഉണ്ടെന്ന് നേരത്തെ തന്നെ കണക്കാക്കിയിരുന്നു. അപ്പോൾ അതുപ്രകാരം ഈ സ്ഫോടനം ഉണ്ടായ സ്ഥലത്തിൻ്റെ ചുറ്റളവുള്ള പ്രദേശങ്ങൾ മുഴുവൻ പരിശോധിക്കുന്നുണ്ട്. ആ പരിശോധനയിലാണിപ്പോൾ ശരീരഭാഗങ്ങൾ കണ്ടെടുത്തിട്ടുള്ളത്. ഇപ്പോൾ ഇവിടെ മന്ത്രി കെ രാജൻ, മന്ത്രി MP രാജേഷ് തുടങ്ങിയ മന്ത്രിമാരും ഈ പരിശോധനയുടെ അവിടെ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. നേരത്തെ തന്നെ ഫോറൻസിക് വിദഗ്ധരും കടാവർ നായകളും അതുപോലെ തന്നെ സന്നദ്ധ സംഘടനാ പ്രവർത്തകരും ഈ പ്രദേശം അരിച്ച് പെറുക്കിയുള്ള ഒരു പരിശോധന തന്നെയാണ് നടത്തുന്നത്. പലയിടത്തും ഇപ്പോഴും തീ പുകയുന്നുണ്ട്. പലയിടത്തും പൊട്ടാത്ത ഈ സ്ഫോടന വസ്തുക്കളുടെ ഭാഗങ്ങൾ കാണാൻ കഴിയുന്നുണ്ട്. ഇന്നലെ 3:20 ഈ സ്ഫോടനം നാടിനെ നടുക്കിയിട്ടുള്ള ഈ സ്ഫോടനം ഇവിടെ നടന്നത്. പക്ഷേ അവിടെ എത്ര പേരുണ്ടായിരുന്നു ഈ ഘട്ടത്തിൽ എന്നുള്ളതാണ് ഇനിയും കണ്ടെത്തേണ്ടതായിട്ടുള്ളത്. 35 എന്നൊരു കണക്കിലേക്ക് എത്തുമ്പോഴും അത് പൂർണ്ണമായിട്ടും സ്ഥിരീകരിക്കാൻ കഴിയാത്തതിൻ്റെ കാരണം ഇത്ര അപകട സമയത്ത് എത്ര പേരോട് ഉണ്ടായിരുന്നു എന്നതിൻ്റെ ഒരു ധാരണ ഇപ്പോഴും ഉണ്ടായിട്ടില്ല എന്നത് തന്നെയാണ്. എന്താണെങ്കിലും നാടിനെ ഈ തൃശ്ശൂർ ഇതുവരെ കാണാത്ത അല്ലെങ്കിൽ അനുഭവിക്കാത്ത ഒരു മഹാദുരന്തമാണ് ഇന്നലെ ഈ മുണ്ടത്തിക്കോട് ഉണ്ടായിട്ടുള്ളത് എന്ന കാര്യത്തിൽ സംശയമില്ല. ഇനി ഈ മുറിവ് അത് ഉണക്കാൻ എന്ത് ചെയ്യും? ഈ മുറിവ് ഉണക്കുന്നതാണ് ആദ്യ നടപടി. സ്വാഭാവികമായിട്ടും ആദ്യം ചെയ്യേണ്ടത് മരിച്ചവരെ തിരിച്ചറിയുക, അവരുടെ ശരീരാവശിഷ്ടങ്ങൾ ബന്ധുക്കൾക്ക് കൈമാറുക എന്നുള്ള കാര്യമാണ്. അത് അത്ര എളുപ്പത്തിൽ സാധ്യമാകില്ല. കാരണം ലഭിച്ച മൃതശരീരങ്ങൾ പലതും തിരിച്ചറിയാൻ കഴിയാത്ത അവസ്ഥയിലാണ്. പലയിടത്തും ശരീരഭാഗങ്ങളാണ് ലഭിച്ചിട്ടുള്ളത്. അപ്പോൾ അത് ആരുടേതാണെന്ന് കണ്ടെത്താനുള്ള DNA പരിശോധനകളാണ് ആദ്യം നടക്കുക. ശരാശരി 3 ദിവസമാണ് DNA പരിശോധനയ്ക്ക് വേണ്ടതെന്നാണ് ഫോറൻസിക് വിദഗ്ധരൊക്കെ പറയുന്നത്. ഒരുപക്ഷെ മറ്റെന്തെങ്കിലും സംവിധാനങ്ങൾ ഉപയോഗിച്ച് വേഗത്തിൽ നടത്താനുള്ള സാധ്യതകളും പരിശോധിക്കുന്നുണ്ട്. അങ്ങനെ മരിച്ചവരെ തിരിച്ചറിഞ്ഞാൽ മാത്രമേ ഇതിൽ കൃത്യമായിട്ട് എത്ര പേർ അപകടത്തിൽ പെട്ടിട്ടുണ്ട് എന്ന കാര്യത്തിൽ വ്യക്തത ലഭിക്കുകയുള്ളൂ. കാരണം ഒരാളുടെ തന്നെ ശരീരഭാഗങ്ങൾ ചിലപ്പോൾ പലയിടങ്ങളിൽ നിന്നായിട്ട് ലഭിച്ചാൽ അതെല്ലാം ഓരോന്നോരോന്നായിട്ട് കാണുന്ന സാഹചര്യമാകും. അപ്പോൾ അതൊരു മൾട്ടിപ്ലിക്കേഷൻ, ഒരു ഇരട്ട
വെട്ടിപ്പിൻ്റെ സാഹചര്യം ഉണ്ടാകും. അത് ഒഴിവാക്കാനാണ് ഇത്തരത്തിൽ കൃത്യമായൊരു പരിശോധന, കൃത്യമായിട്ടുള്ള തിരിച്ചറിയൽ നടപടികൾ കൈക്കൊള്ളുന്നത്. എന്നാണെങ്കിലും വലിയ ഒരു ദുരന്തത്തിൽ അടുത്ത നടപടി എന്ത് എന്നുള്ളതാണ് കാര്യമായിട്ടുള്ള ആലോചനകൾ. ഇന്നിപ്പോൾ 10 മണിക്ക് ചേരുന്ന ഓൺലൈൻ മന്ത്രിസഭാ യോഗത്തിൽ ഇക്കാര്യത്തിൽ കൂടുതൽ കാര്യങ്ങൾ ചർച്ച ചെയ്യും. ഈ പരിക്കേറ്റവർക്കും മരണപ്പെട്ടവരുടെ കുടുംബാംഗങ്ങൾക്കും സഹായം നൽകുക. അതോടൊപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ടുള്ളത് തൃശ്ശൂർ പൂരത്തിൻ്റെ നടത്തിപ്പ് തന്നെയാണ്. ഒരു മഹാദുരന്തം നടന്നതിൻ്റെ പശ്ചാത്തലത്തിൽ പൂരം നടത്തിപ്പ് എങ്ങനെയാകുമെന്ന കാര്യത്തിൽ പല അഭിപ്രായങ്ങളും ഉയരുന്നുണ്ട്. ആചാരം മാത്രമായി അത് നടത്താനുള്ള അഭിപ്രായം ഉയരുമ്പോൾ തന്നെ മറുവശത്ത് ഒരുക്കങ്ങൾ പൂർത്തിയായ എന്ന തരത്തിലുള്ള വാദങ്ങളും ഉയരുന്നുണ്ട്. അത് പൂരം മാറ്റിവെക്കുമ്പോൾ അത്രയും വലിയ ഒരുക്കങ്ങൾക്ക് നടത്തിയ തൊഴിലാളികളുടെ അധ്വാനവും ഒക്കെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടുള്ള വാദങ്ങളും നടക്കുന്നുണ്ടെങ്കിലും ഇതിൽ അന്തിമമായിട്ടുള്ളൊരു തീരുമാനം സർക്കാരിൻ്റെ നേതൃത്വത്തിൽ തന്നെയായിരിക്കും കൈക്കൊള്ളുക. അക്കാര്യങ്ങളൊക്കെ ഇന്ന് ചേരുന്ന യോഗത്തിൽ ചർച്ചയാകുമെന്നാണ് അറിയാൻ കഴിയുന്നത്. അതിനുശേഷം ദേവസ്വം ബോർഡുകളുടെയും യോഗം ചേരുന്നുണ്ട്. ആ യോഗത്തിൽ ദേവസ്വം മന്ത്രി പങ്കെടുക്കുമെന്നാണ് അറിയുന്നത്. ആ യോഗത്തിലായിരിക്കും ഇതിൽ കൃത്യമായിട്ടുള്ളൊരു ധാരണ, പൂരം നടത്തിപ്പിനെക്കുറിച്ച് എങ്ങനെ നടത്തിപ്പിക്കും, പൂരം ആഘോഷമായിട്ട് ആകുമോ അതോ വെറും ആചാരമായിട്ട് കോവിഡ് കാലത്തൊക്കെ നമ്മൾ കണ്ടതുപോലെ ഒരാനപ്പുറത്ത് മാത്രം എഴുന്നള്ളിച്ച് പേരിന് പൂരം നടത്തിക്കുകയായിരിക്കുമോ എന്നുള്ളതൊക്കെയാണ് നമുക്കറിയേണ്ടത്. ഇപ്പോൾ നമുക്കിവിടെ ഈ പ്രദേശത്തു നിന്ന് പുറത്ത് കൊണ്ടുവരുന്നത് കാണാം. അവിടെ പൊട്ടാതെ സൂക്ഷിച്ച സ്ഫോടന വസ്തുക്കളാണെന്ന് തോന്നുന്നു. ചാക്കിലാക്കിയിട്ട് ഇപ്പോൾ വിദഗ്ധ സംഘം പരിശോധനകൾക്കായി മാറ്റുന്നതിൻ്റെ, ഫയർഫോഴ്സിൻ്റെ സംഘമാണെന്ന് തോന്നുന്നു, മാറ്റുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് നമ്മളിവിടെ കാണുന്നത്. ഇങ്ങനെ ഈയൊരു കോമ്പൗണ്ടിൽ പല ഭാഗത്തായിട്ട് വെടിമരുന്നുകൾ പലയിടങ്ങളിലായി സൂക്ഷിച്ചിട്ടുണ്ട്. അതൊക്കെ തന്നെ അവിടെ നിന്ന് മാറ്റുകയാണിപ്പോൾ ചെയ്യുന്നത് പരിശോധനകൾക്കായിട്ട്. ഇപ്പോഴും ഇതിൻ്റെ ഒരു കാരണം അറിയുക എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ടൊരു കാര്യം. വെറും ചൂട് കൊണ്ട് മാത്രം ഇങ്ങനെ ഒരു സ്ഫോടനം ഉണ്ടാകുമോ? അതിനൊരു തീപ്പൊരി എവിടെ നിന്ന് വന്നു, എങ്ങനെ ഈ ഒരു ചൂട് കൊണ്ട് മാത്രം തീ ഉണ്ടാകുമോ എന്നുള്ള ചോദ്യമൊക്കെ ഉയരുന്നുണ്ട്. എന്താണെങ്കിലും ഈ സ്ഫോടനത്തിൻ്റെ കാരണം കണ്ടെത്തുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. അതിന് ശാസ്ത്രീയമായ പരിശോധനകളും മറ്റും വേണ്ടിവരും. അതിൽ ഏറ്റവും അനിവാര്യമായിട്ടുള്ളത് ഇവിടെ നിന്ന് രക്ഷപ്പെട്ട ആളുകളുടെ അവർ പറയുന്നതാണ്. പക്ഷേ അവരുടെ ആരോഗ്യസ്ഥിതിയും മാനസിക സ്ഥിതിയും ഒന്നും ഇപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങൾക്ക് അനുയോജ്യമായതല്ല. അതുകൊണ്ട് ഒരുപക്ഷെ ശാസ്ത്രീയമായിട്ടുള്ള രീതികൾ തന്നെയാകും ആദ്യഘട്ടത്തിലൊക്കെ പരിശോധനയ്ക്കായിട്ടും അന്വേഷണത്തിനായിട്ടും ഉപയോഗിക്കുക. എന്നാണെങ്കിലും നാടിനെ നടുക്കിയ ഈ ഒരു ദുരന്തം അതിന് ഒന്നാകെ ഒരു വെറുങ്ങ. ഇപ്പോൾ നമുക്ക് ഉദ്യോഗസ്ഥ സംഘത്തെ അവിടെ കാണാം. പോലീസുകാരുടെ സാന്നിധ്യമുണ്ട്, ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ. ഈ ഉദ്യോഗസ്ഥരൊക്കെ വലിയ കഠിന പ്രയത്നം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. കടാവർ നായകളുടെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. മൃതദേഹാവശിഷ്ടങ്ങൾ കണ്ടെടുക്കുക. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.